ലോക സൗഹൃദങ്ങളെ നിങ്ങൾക്കേവർക്കും പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പച്ചപ്പാണിൻ്റെ സന്തോഷം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് വ്യത്യസ്തമായൊരു കാഴ്ചയിലേക്കാണ്. മൂവാറ്റുപുഴ കോതമംഗലം റൂട്ടിൽ മാർക്കറ്റ് ജംഗ്ഷൻ കഴിഞ്ഞ് നിരപ്പ് റോഡിലൂടെ 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ലൊറേറ്റോ ആശ്രമം എന്ന ഒരു ആശ്രമത്തിൽ എത്തിച്ചേരാം. ലൊറേറ്റോ കപ്പൂച്ചിയൻ ആശ്രമം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ കാണുന്നതാണ് ഈ ആശ്രമം. ഇതിൻ്റെ പ്രത്യേകത എന്ന് വച്ചാൽ ഇവിടെ അച്ഛന്മാരാവാനുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ആശ്രമമാണ്. ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള അച്ഛന്മാരാകുന്നതിനുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന ആശ്രമം. അവർ അവിടെ താമസിച്ചുകൊണ്ട് അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള കൃഷി ഒരുക്കലും മറ്റ് വസ്തുക്കളും അവർ തന്നെ നട്ടു വളർത്തി അവർക്ക് ആവശ്യമുള്ള ഭക്ഷ്യവിളകൾ ഉണ്ടാക്കി ജീവിച്ച് പഠിച്ച് മതവൈദ്യവും പഠിച്ച് അച്ഛന്മാരായി തീർന്നു പോകുന്ന ഒരു ആശ്രമമാണ് കപ്പൂച്ചിയൻ ആശ്രമം. അവർ ഇന്ന് രാവിലെ ചെയ്ത ഈ അടുത്ത ദിവസങ്ങളിലെ ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അവർക്ക് വേണ്ടുന്ന അരിയാഹാരത്തിനുള്ള അരി ഉണ്ടാക്കുന്ന നെൽകൃഷി അവർ സ്വമേധയാ വർഷങ്ങളായി ഇവിടെ ചെയ്തു പോരുന്നു. അത്തരമൊരു കാഴ്ചയിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. നമ്മുടെ ഗ്രാമീണ ശൈലിയൊക്കെ നമ്മൾ എന്നേ മറന്നു പോയിരിക്കുന്നു. ചെടി നിറഞ്ഞ കണ്ടങ്ങളും പാടവരമ്പുകളും വരമ്പിൻ്റെ സൈഡിലുള്ള തോടുകളും അതിലൂടെ വെള്ളം ഒഴുകുന്നതും കൊക്കുകൾ പറക്കുന്നതുമുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കേരളത്തിൽ അന്യം നിന്ന് പോയിരിക്കുന്ന ഒരു കാഴ്ചയായി മാറിയിരിക്കുന്നു. എന്നെ സംബന്ധിച്ച് ഇന്ന് രാവിലത്തെ ഈ കാഴ്ച വളരെ ഹൃദിഷ്ടമായി. കാരണം ഞാനും എൻ്റെ കൊച്ചുമകനും ഇന്ന് രാവിലെ ഒരു വട്ടം കറങ്ങുന്നതിനായി ഇറങ്ങിത്തിരിച്ചപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയ കാഴ്ചയാണ് ഈ കാണുന്നത്. ആ തോട്ടുവരമ്പിലൂടെ തെളിനീരായ നല്ല വെള്ളം ഒഴുകുന്നത് കാണുമ്പോൾ നമുക്ക് ആ പഴയകാല ബാല്യകാലങ്ങളൊക്കെ ഓർമ്മ വരികയാണ്. ഞാനും ഒരു പാരമ്പര്യ കൃഷിക്കാരൻ്റെ മകനായിരുന്നു. ഞാറ്റടിയിൽ ഞാറ് പാകി പറിച്ച് മുടികളായി കെട്ടിക്കൊണ്ടുവന്ന് എല്ലാം അവർ തന്നെ ഞാറ് പാകി കൃഷിയാക്കി അവർ ഞാറ് പറിച്ച് കെട്ടിക്കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ്. ഇനി ഇത് നടുന്നതിനുള്ള പരിപാടിയാണ് അവർ തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് ശരിക്കും കർക്കിടക മാസമാണ്. ഇത് ഇപ്പോൾ കൃഷി ചെയ്ത് അടുത്ത കന്നിയിലേക്ക് കൊയ്യാൻ പാകത്തിനുള്ള നെല്ല് ഞാറ് നട്ട് വളർത്തിയെടുക്കുന്നതിനുള്ള പരിശ്രമമാണ് ഈ കാണുന്നത് അതിഥി തൊഴിലാളികളോ അല്ലെങ്കിൽ അന്യദേശത്ത് നിന്ന് വന്നിരുന്ന നാളികളോ അല്ല. ഇവർ അച്ഛന്മാരാകാൻ ഈ ലൊറേറ്റോ കപ്പൂച്ചിയൻ ആശ്രമത്തിൽ പഠിക്കുന്ന മതപഠന വിദ്യാർത്ഥികളാണ് എന്ന് നാം ഓർക്കണം. നമ്മളുടെ കേരളത്തിൽ ഇന്ന് കൃഷി പരിപോഷിപ്പിച്ചു വരുന്നുണ്ട്. സർക്കാർ അതിനു വേണ്ടുന്ന മുൻകൈകളൊക്കെ ഒരുപാട് നടത്തുന്നുണ്ട്. എങ്കിലും ഈ ഒരു കാഴ്ച നമ്മളെ സംബന്ധിച്ച് അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ്. മറ്റൊന്നുമല്ല, മതപഠനവും അതിനു വേണ്ട അനുബന്ധ കൃഷികളുമെല്ലാം മണ്ണിനോട് ചേർന്ന് നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക അനുഭൂതിയാണ് സമ്മാനിക്കുന്നത്. എൻ്റെ കൊച്ചുമകൻ വളരെ ആകാംക്ഷയോടെ തോട്ടിലൂടെ മീനുകൾ ഒഴുകുന്നതുമൊക്കെ കാഴ്ച കണ്ട് നിൽക്കുകയാണ്. അങ്ങ് ദൂരെ ഇവർ ആ കൃഷി ഞാറ് നടിയിൽ നടത്തുന്ന കാഴ്ച എന്നെ സംബന്ധിച്ച് എത്ര കണ്ടാലും മതിവരാത്ത ഒരു കാഴ്ചയാണ്. കാരണം എൻ്റെ ബാല്യകാലം മുഴുവൻ ചേറ്റുപാടത്തും ഇതുപോലെ ഞാറ് നടിയിലും ഞാറ് പറിക്കുന്ന ആളുകളുടെ കൂടെയും ഒക്കെ ചെളിയിലും ഒക്കെ ഉഴുതും മറിഞ്ഞ് നടന്ന കാലഘട്ടങ്ങൾ എന്നെ സംബന്ധിച്ച് എനിക്ക് എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകളാണ്. എൻ്റെ കൊച്ചുമകൻ ഇതെല്ലാം കണ്ടും ചെറുമീനുകൾ ഒഴുകുന്ന കൈത്തോടുകൾ കണ്ടും ആ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ എന്തൊക്കെയോ എന്നോട് ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അറിയുന്ന തരത്തിൽ അവന് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ അവനെല്ലാം പറഞ്ഞു കൊടുത്ത് അവനെ ഇങ്ങനെ കൊണ്ടുപോയി കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കാഴ്ച കാണാൻ പോകുന്ന സമയത്താണ് ഇത്തരമൊരു കാഴ്ചയിലേക്ക് ഞങ്ങൾ ചെന്നെത്തിയത്. ചെളി നിറഞ്ഞ പാടങ്ങളും പുഴ ഒഴുകുന്നത് പോലെ കൈത്തോടുകളിലൂടെ ഇളനീർ ഒഴുകുന്നതും ഒക്കെ കാണുമ്പോൾ ഈ കൊച്ചു മനസ്സിലുണ്ടാകുന്ന ഒരനുഭൂതി എൻ്റെയും മനസ്സിൽ ഞാനും ഒരു കൊച്ചുമകനായി ഒരു കുഞ്ഞായി തീർന്നിരിക്കുന്നു. ആ ബാല്യകാലം എത്രയോ വർഷങ്ങൾ പിറകോട്ട് പോകുന്നു ഈ കാഴ്ചകൾ കണ്ട്. അങ്ങനെ ഇന്നത്തെ കാഴ്ചകൾ ഹൃദ്യമായി വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ആർത്തിയോടെ ഇതിനെ ക്യാമറയിൽ പകർത്തുകയാണ്. അവരോട് മറ്റ് വിശേഷങ്ങളൊക്കെ ചോദിച്ചിരുന്നു. കൊച്ചുമകൻ്റെ ആകാംക്ഷയും അവരോടുള്ള സല്ലാപങ്ങളുമൊക്കെ എന്നെയും ഒരുപാട് ഉത്സാഹത്തിമിർപ്പാക്കി മാറ്റി. അങ്ങ് ദൂരത്ത് കാണുന്നതാണ് ലൊറേറ്റോ ആശ്രമം. ലൊറേറ്റോ ആശ്രമത്തിൻ്റെ പടിപ്പുര ഞാൻ ആദ്യമേ നിങ്ങളെ കാണിച്ചു തന്നിരുന്നല്ലോ. ഇങ്ങേ സൈഡിൽ നിന്നുള്ള ലൊറേറ്റോയുടെ ആ പൂമുഖവും അതിൻ്റെ മിനാരങ്ങളും കുരിശുമൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന കാഴ്ച.
സ്നേഹം നിറഞ്ഞവരെ, കൃഷി ഒരിക്കലും നമുക്ക് അന്യം നിന്ന് പോകാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ്. നമ്മളുടെ അന്നം എന്നുള്ളത് നമ്മൾ കൃഷിക്കാരാണ്. നമ്മൾ കൂടുതൽ പേരും അരിയാഹാരം കഴിച്ചാണല്ലോ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയുമല്ല, കേരളത്തിൽ കൃഷിക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ഞാൻ കഴിഞ്ഞ 1-2 വീഡിയോകളിലൂടെ നമുക്ക് നമ്മുടെ കാർഷിക മേഖലയെ സമ്പുഷ്ടിപ്പെടുത്തിയതിൻ്റെ ആവശ്യകതയുമൊക്കെ പ്രതിപാദിച്ചിരുന്നു. മഴക്കാറുകൾ ഭാഗികമായിട്ടുണ്ട്, എന്നാലും മഴ അല്പം മാറി നിൽക്കുന്നു. അതിനാൽ ഞാറ് നടുന്നവർക്ക് അതൊരു വലിയ അനുഗ്രഹമാണ്. തന്നെയുമല്ല, വെയിൽ തിളങ്ങി ഉദിച്ചു നിൽക്കാത്തതുകൊണ്ട് ചൂടിനെയും താങ്ങേണ്ടതില്ല. തിളനീരുകൾ അങ്ങനെ ഒഴുകുന്നതും കണ്ട് വീണ്ടും ഞാറ് നടീലിൻ്റെ അടുത്തേക്ക് ഞങ്ങളൊന്ന് പതുക്കെ ചെളി വരമ്പത്തേക്ക് മെല്ലെ ഒന്നിറങ്ങി. അപ്പോൾ അവർ ഓരോരുത്തരും ഞാറുകൾ പാകുന്നത്, ഞാറുകൾ ഈ 2 ഞാറുകളായിട്ട്, ഈ 2 ഞാറ് എന്ന് പറഞ്ഞാൽ 2-3 നെല്ല് മുളച്ച അതിനെയാണ് നമ്മൾ ഞാറ് എന്ന് പറയുന്നത്. ഞാറ്റടിയിൽ വിത്ത് പാകുന്നു എന്ന് പറഞ്ഞതുപോലെ ഞാറ്റടിയിൽ ഞാറ് നടുകയാണ് ചെയ്യുന്നത്. നേരിട്ട് വിത്ത് പാകി മുളപ്പിക്കുകയല്ല, വിത്ത് പാകി മുളപ്പിച്ചത് പറിച്ചെടുത്തിട്ടാണ് അതിനെയാണ് ഞാറ് എന്ന് പറയുന്നത്. അതിനെ വീണ്ടും തരിയായി 2-3 നട്ട് ഇങ്ങനെ കൃഷിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത് നടാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഞാറുകൾ പറിച്ച് ഓരോ മുടികളായി കെട്ടിയിട്ടുള്ള ഞാറുമുടികളാണ് കാണുന്നത്. ഇന്നത്തെ കാലത്തും ഇന്നത്തെ കുട്ടികൾക്കൊന്നും ഇത്തരം കൃഷിരീതികളെക്കുറിച്ചൊന്നും നിലവിൽ അറിവില്ലല്ലോ. അതിനാൽ കൊച്ചുകുട്ടികളെ ഇതെല്ലാം നമ്മൾ കാണിച്ച് കൊടുക്കുക എന്നുള്ളത് വല്ലാത്തൊരു, അവരെ സംബന്ധിച്ച് ആഹ്ലാദവും നമ്മളെ സംബന്ധിച്ച് അതിനേക്കാൾ ഉത്സാഹവുമാണ് എന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെ ഞാനും എൻ്റെ കൊച്ചുമകനും ഇടയ്ക്കുള്ള രാവിലെയുള്ള കറക്കത്തിൽ ഇങ്ങനെ ചില കാഴ്ചകളൊക്കെ കണ്ട് അവനെ അതെല്ലാം പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ ഒരു കണ്ടം മുഴുവൻ നട്ട് തീരാറായി. അത് കഴിഞ്ഞ് അവർ അടുത്ത കണ്ടത്തിലേക്ക് മാറുകയാണ്. ഇന്നൊരു ദിവസം അവർക്ക് മതപഠനമില്ല, അത് വൈകുന്നേരങ്ങളിലേക്ക് മാത്രമേ ഉള്ളൂ. ഇന്ന് ഫുള്ളായിട്ട് ഈ കൃഷി ചെയ്ത് ഈ ഞാറുകൾ നട്ട് അത്രയും മുഴുവൻ തീർക്കും എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. അങ്ങനെ അവർ ആ പരിപാടി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ കേരളത്തിൽ കൃഷി ഒരുപാട് ഇപ്പോൾ പുതുതായി തരിച്ചു കിടക്കുന്ന നിലങ്ങളൊക്കെ കൃഷി ചെയ്യുന്ന രീതിയിലേക്ക് സർക്കാരും മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊരു സന്തോഷം ജനിപ്പിക്കുന്ന കാര്യമാണ്. പച്ചപ്പാണൻ്റെ സന്തോഷം ഇങ്ങനെ ഓരോ കാഴ്ചകളിലൂടെ നിരന്തരം പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പച്ചപ്പാണൻ്റെ സന്തോഷം യൂട്യൂബിൽ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് എൻ്റെ വീഡിയോ ഇടുന്നതെല്ലാം നിങ്ങൾക്ക് അപ്പോൾ കാണാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ കാണുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ കാഴ്ചകളിലൂടെ മുമ്പോട്ട് പോവുകയാണ്. ഒരുപാട് നേരം ഞാൻ നിങ്ങളെ ഇത് കാണിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. നിങ്ങൾ ഇത് കാണാത്തവർ ഇതിനെക്കുറിച്ച് കാണുകയും നമ്മുടെ കൊച്ചുമക്കളോട് ഇത്തരം കാര്യങ്ങളൊക്കെയാണ്, ഇങ്ങനെയാണ് നെല്ലുണ്ടായി അത് കുത്തി അരിയാക്കുന്നത് എന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ഈ വീഡിയോ ഉപകരിക്കുമെങ്കിൽ അത് ഉപകരിക്കട്ടെ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് ഇങ്ങനെ എത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. കേരളത്തിൻ്റെ തനിമയും കേരളത്തിൻ്റെ സംസ്കാരവും ഇങ്ങനെ ഓരോ വീഡിയോയിലൂടെ കേരളത്തിൻ്റെ ടൂറിസം പ്ലേസുകളും മുഴുവൻ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അതിനാൽ എൻ്റെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാമെങ്കിൽ ചെയ്യാം എന്ന് വീണ്ടും അഭ്യർത്ഥിക്കുന്നു. തന്നെയുമല്ല, ഇന്നത്തെ കാഴ്ചകൾ ഇങ്ങനെ ഇവിടെ അവസാനിക്കുകയാണ്. ഈ അനവധി കൊക്കുകൾ ഉണ്ടെങ്കിലും ഒരു കൊക്ക് മാത്രമാണ് വന്നിട്ടുള്ളത്. അവന് മീനൊന്നും കിട്ടാത്തത് കൊണ്ട് പുള്ളി അങ്ങനെ ഒറ്റയ്ക്ക് കാത്തിരിക്കുകയാണ്. പുതിയ കാഴ്ചകളും വീഡിയോകളുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇത്തരം കാഴ്ചകളുമായി പ്രത്യക്ഷപ്പെടും. കൃഷിയും അനുബന്ധ വ്യവസായങ്ങളും കൃഷിയെക്കുറിച്ചുമൊക്കെ നമ്മുടെ കൊച്ചുമക്കൾക്ക് എന്നും ഒരു ഉത്തേജനമാവട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് കാണുന്നവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ എന്നെ കേട്ട നിങ്ങൾക്കേവർക്കും നന്ദിയും സന്തോഷവും നൽകിക്കൊണ്ട് ഇന്നത്തെ എൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ഓർമ്മിപ്പിക്കുന്നു, പച്ചപ്പാണൻ്റെ സന്തോഷം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നെ കണ്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദിയും കടപ്പാടും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ചാനൽ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഗുഡ് ബൈ.